ഹായ് ഹലോ എല്ലാവർക്കും ഗീത ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിഷോറും ഗീതുവും തമ്മിൽ നല്ല രീതിയിൽ സംസാരം നടക്കുകയാണ്. അപ്പോൾ ഒടുവിൽ ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ, കിഷോറിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഗീതുവിനോട് കിഷോർ പറയുകയാണ്, ഗീതു, എൻ്റെ കുഞ്ഞിന് നിൻ്റെ വയറ്റിനുള്ളിൽ വളരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന്. നീയും അത് ഒത്തിരിയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ പണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, അതൊക്കെ പഴങ്കഥ, ഇനി മേലെ നീ അതിനെക്കുറിച്ച് സംസാരിച്ച് പോവരുത്. അത് അന്നത്തെ കാലമല്ലേ. ഇപ്പോൾ നീയല്ലല്ലോ ഇപ്പോഴത്തെ നിന്നെപ്പോലൊരു ഫ്രോഡിനെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു തെറ്റാണ് അവർണിക എന്നൊരു പാവം പെൺകുട്ടി ചെയ്തത്. അതിൻ്റെ പേരിൽ അവൾ കരയാൻ ഞാൻ സമ്മതിക്കില്ല. അതുമാത്രമല്ലല്ലോ, ഒരു പാവം കുഞ്ഞ്, ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് വരുന്ന ആ പാവം കുഞ്ഞ് എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ അവർണികയെ ഇട്ടിട്ട് ഒരു ലോകത്ത് പോകാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. എവിടെ പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉടനെ കിഷോർ ഫോൺ ഓഫാക്കുകയാണ്. അതിനുശേഷം കിഷോറിൻ്റെ ഇതായിട്ടുള്ള കുറേ ഭാവാഭിനയങ്ങളൊക്കെ ഇറക്കുകയാണ്. കിഷോർ പറയുകയാണ്, അല്ല ഗീതു, എന്തായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഗീതു മാഡം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അവർണികയെ നന്നായിട്ട് നോക്കിക്കോളാം. എൻ്റെ കുഞ്ഞിനെ ഇനി ഞാൻ കളയുന്ന കാര്യമൊന്നും സംസാരിക്കില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം കിഷോർ പറയുകയാണ്, അപ്പം തന്നെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഇവൻ്റെ മനസ്സിൽ കാര്യമായിട്ടുണ്ടാവും, എന്തോ ഒരു ചാത്തി മണക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം തന്നെ കിഷോർ പറയുകയാണ്, പക്ഷേ ഒരു കാര്യം, ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് ഞാൻ ഗീതാഞ്ജലി എന്ന് പേരിടുമെന്ന് പറയുന്നത്. അപ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ്. ഗീതു പറഞ്ഞു, എടാ, എൻ്റെ പേരെങ്ങാനും നിൻ്റെ കുഞ്ഞിന് ഇട്ടാലുണ്ടല്ലോ ഞാൻ നിന്നെ വീട്ടിൽ കയറി തല്ലും എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് മാഡം തന്നെ ഒന്ന് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, എൻ്റെ ഭ്രാന്തടിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ എൻ്റെ ക്യാബിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഗീതു അലറുകയാണ്. അങ്ങനെ കിഷോർ നൈസിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികയാണെങ്കിൽ ഗോവിന്ദ് CCTV ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ രാധികയാണെങ്കിൽ ഗീതുവിൻ്റെ മുറിയിലെ മുന്നിലുള്ള ആ CCTV തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പ്ലാനിങ് ആണല്ലോ. അപ്പോൾ കിഷോർ പുറത്തിറങ്ങുന്ന സമയം കാണുമ്പോഴത്തേക്ക് ഗോവിന്ദിനെ വിളിക്കണം, കണ്ടോ നീ അത് അങ്ങോട്ട് നോക്കിയേ എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്താ അമ്മ ഇങ്ങനെ, എനിക്കൊന്നും കാണണ്ട, എനിക്ക് ഗീതുവിനെ ഒട്ടും സംശയമില്ല, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നീ ഞാനാണ് പറയുന്നത്, ഒന്നങ്ങോട്ട് നോക്ക്, നിനക്ക് അവൻ്റെ ലീലാവിലാസങ്ങളൊക്കെ, ഇതിൽ കൂടുതൽ തെളിവെന്ത് വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ട് നോക്കുമ്പോൾ കിഷോർ മനഃപൂർവ്വം ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെ ചുണ്ടൊക്കെ നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ തുടയ്ക്കുകയാണ്. അതിനുശേഷം മീശയൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ തലമുടിയൊക്കെ കൈകൊണ്ട് ഒതുക്കി വെച്ചിട്ട് കോട്ടൊക്കെ പിടിച്ച് നേരെ ഇട്ടിട്ട് നൈസിന് ഇങ്ങനെ ചുറ്റും കറങ്ങി നോക്കിയിട്ട് നടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് വല്ലാതാവുകയാണ് അത് കാണുമ്പോൾ തന്നെ. പക്ഷേ എന്നാലും ഗോവിന്ദിൻ്റെ മനസ്സിനുള്ളിൽ എവിടെയോ ഉണ്ട്, ഗീതു അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു രീതി ഉണ്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു മൈൻഡിൽ. പക്ഷേ ഗോവിന്ദന് എന്നാലും അത് പെട്ടെന്ന് കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. അപ്പോൾ തന്നെ രാധികമ്മ പറയണേ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാക്കണ്ട നിനക്ക് വേണ്ടത്, നീ ഇങ്ങനെ ഇത്ര ശുദ്ധ പാവമായിപ്പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയണേ, ഇല്ലമ്മേ, അതെന്തെങ്കിലും ആവട്ടെ, അമ്മ എന്തിനാ അതിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വീണ്ടും ലാപ്ടോപ്പിൽ തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ മനസ്സിൽ വിചാരിക്കണം, ഇവനെ ഇനി എന്ത് ചെയ്യണം, ഇവനെ ഇനി വരുതി കൊണ്ടുവരാൻ ഒരു രക്ഷയും ഇല്ലല്ലോ. ഉടനെ തന്നെ അടുത്ത തന്ത്രവുമായിട്ട് രാധികാമ്മ ഇറങ്ങിയിരിക്കുകയാണ്. രാധികാമ്മ എഴുന്നേറ്റ് ഗോവിന്ദിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കുറേ കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കുകയാണ്. എന്നിട്ട് പറയണ, മാധവേട്ട, കണ്ടില്ലേ മാധവേട്ട, ഇവള് ഞങ്ങളുടെ കുടുംബം തകർക്കും മാധവേട്ട, ഇവളുടെ അവിഹിതം വല്ലതും പാട്ടാവുകയാണെങ്കിൽ മാധവേട്ടൻ്റെ പേരും കൂടിയാണ് ചീത്ത പേരാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദിനെ നോക്കിയിട്ട് ഗോവിന്ദ് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് കണ്ണാടിയുടെ ഇടയിൽ കൂടെ കണ്ണീരൊന്നുമില്ല, ചുമ്മാതെ കൈയിടുകയാണ്, കണ്ണീര് തുടയ്ക്കുന്നു എന്നുള്ള രീതിയിൽ. അതിനുശേഷം വീണ്ടും രാധികാമ്മ വന്ന് പഴയ സീറ്റിൽ വന്നിരിക്കുക. എന്നിട്ട് ഗോവിന്ദൻ്റെ പറഞ്ഞു, എൻ്റെ കണ്ണ, ഇവളെ ഇങ്ങനെ വിടാൻ പറ്റില്ല കണ്ണ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല, ഇവളിങ്ങനെ അഴിഞ്ഞാടി നടന്നാലുണ്ടല്ലോ, അറയ്ക്കൽ തറവാട് മാത്രമല്ല AGM പോലും നിൻ്റെ പേര് പോലും നാശമായി പോവും. ഇവളെ ഒന്ന് നിയന്ത്രിച്ചേ പറ്റൂ. ഇവൾ ഒറ്റൊരുത്തി കാരണമല്ലേ കണ്ണ ഇവിടെ ഈ ഒരു കമ്പനിയിൽ അവന് ജോലി കൊടുത്തതും, അതുമാത്രമല്ല അറയ്ക്കൽ അവനെ വിളിച്ചു വരുത്തിയത് നീ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഗോവിന്ദ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.
മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അത് പുറമേ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ആകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് രാധികാമ്മയ്ക്ക്. ഓ, ഈ കണ്ണൻ എന്താ ഒന്നും പറയാത്തത്, വേറെ വല്ല ഭർത്താക്കന്മാരുണ്ടെങ്കിലുണ്ടല്ലോ ഇത് വല്ലതും കണ്ടിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ നേരെ ചെന്ന് അവളുടെ ചെകിടത്ത് കൊടുത്തേനെ, ഇവൻ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രാധികാമ്മ പറയുകയാണ്, എന്തായാലും ഞാൻ ഇതിനെ ഇങ്ങനെ വിടാൻ ഭാവമില്ല എന്ന് പറഞ്ഞിട്ട് സുവർണയ്ക്ക് കോൾ ചെയ്യുകയാണ് രാധികാമ്മ. എന്നിട്ട് രാധികാമ്മ പറയുകയാണ്, അപ്പോൾ സുവർണയ്ക്ക് കോൾ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഗോവിന്ദനാണ്, എന്താ അമ്മ ഇത് എന്താ കാണിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. കണ്ണൻ അവിടെ മിണ്ടാതിരിക്കുക, എനിക്ക് വേണം ഇത്, എനിക്കറിയാം ഇത് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് സുവർണയോട് പറയുകയാണ്, കിഷോറിനോട് ഗോവിന്ദിൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുവർണ ചെന്നിട്ട് കിഷോറിനോട് പറയുകയാണ്, നിനക്കൊരു കോളുണ്ട്, ചെല്ല്, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നീ ഓക്കെ ആക്കി, പക്ഷേ ഇനിയുള്ള കാര്യമാണ് സൂക്ഷിക്കേണ്ടത്, ചെല്ലുന്നതേ ഒരു പുലിമടയിലേക്കാണെന്നുള്ള ബോധം വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, ഗോവിന്ദ് സാറിനെ കൈകാര്യം ചെയ്യാനുള്ള സൂത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും, അതുകൊണ്ട് സുവർണ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറയുകയാണ് നമ്മുടെ സുവർണ കിഷോറിന്. അങ്ങനെ കിഷോർ നേരെ ഗോവിന്ദിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. ഗോവിന്ദിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് രാധികാമ്മ ചോദിക്കുകയാണ്, നിനക്കല്ലേ CCTVയുടെ ഇൻചാർജ്, എന്നിട്ട് എന്താ ഗീതുവിൻ്റെ ക്യാബിനുള്ളിൽ മാത്രം എന്താ CCTV വർക്ക് ചെയ്യാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ആദ്യം ഇങ്ങനെ ഒരു കള്ളലക്ഷണത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കിഷോർ. അപ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, എന്താടാ നിന്നോട് അമ്മ ചോദിച്ചത് കേട്ടില്ലേ, നിനക്കെന്താ നാവില്ലേ മറുപടി പറയാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയണം, അത് സർ, ഞാൻ ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്, അപ്പോൾ എനിക്കിവിടുത്തെ മേലോഫീസർമാർ പറയുന്നതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. ഗീതാഞ്ജലി മാഡമാണ് പറഞ്ഞത് അതിനുള്ളിലെ, അതായത് ഗീതാഞ്ജലി മാഡത്തിൻ്റെ ക്യാബിനുള്ളിൽ CC ക്യാമറ വെക്കേണ്ട, അത് ഓഫാക്കി ഇട്ടേക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എത്ര ദിവസമായിടാ ഈ ക്യാമറ ഓഫായിട്ട് എന്ന് രാധികാമ്മ ചോദിക്കുകയാണ്. അതൊരാഴ്ചയായെന്ന് കിഷോർ മറുപടിയും പറയുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും അവളുടെ മുറിയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയണം, അത് മാഡം എന്നെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, എൻ്റെ മേലോഫീസറല്ലേ, അവർ വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, അല്ല നീയല്ലല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ അവർണികയല്ലേ ഗീതുവിന് റിപ്പോർട്ടുകളെല്ലാം ഹാജരാക്കുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു തസ്തികയിലിരിക്കുന്നത് അവർണികയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയണം, മാഡം എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കുമ്പോൾ എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഗോവിന്ദിന് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, മതി നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കിഷോർ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് രാധികാമ്മ വീണ്ടും അഭിനയം തുടരുകയാണ്. കണ്ടില്ലേ അവളെ എത്ര വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, നിൻ്റെ കൂടെ പറ്റിച്ചേർന്ന് നിന്നിട്ട് അവൾക്ക് AGM കൈക്കലാക്കണം, ഒടുവിലുണ്ടല്ലോ നിന്നെ തേച്ചിട്ട് ഇവനെയും കൊണ്ട് അവളങ്ങ് പോവും എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മ എന്തായി പറയുന്നത്, നീ വീണ്ടും ഇത് തന്നെ വിശ്വസിച്ചിരുന്നോ എന്നിങ്ങനെ പറയുകയാണ് രാധികാമ്മ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ വരുണും വിനോദും കൂടി വരികയാണ്. വിനോദിനെ നമ്മുടെ വരുൺ തന്നെയാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. വരുമ്പോഴത്തേക്ക് ഗോവിന്ദ് ചോദിക്കണം, എന്താ വരുൺ, എന്താ വിനോദേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിനോദ് പറയണ, ഗോവിന്ദേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്, വേറൊന്നുമല്ല, അന്നിവിടെ ഗീതു വെച്ച് കുറച്ച് തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ തെളിവുകളുടെയൊക്കെ പിന്നിൽ ഗീതു ചേച്ചി അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഗീതു ചേച്ചിക്ക് ആ തെളിവുകളൊക്കെ കണ്ടെത്തി കൊടുത്തത് കിഷോറാണ് എന്നിങ്ങനെ പറയുകയാണ്. കിഷോറും അവർണികയും ചേർന്നാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അതിനെന്താ, അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ തെളിവുകൾ ആരാണ് ശേഖരിക്കുന്നതെങ്കിലും അതിനെന്താ പ്രസക്തി, കാര്യം സത്യമായിരുന്നല്ലോ എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. എന്നാലേ അപ്പോഴത്തേക്ക് ഉടനെ തന്നെ വിനോദ് പറയാണ്, അത് ശരിയാ, ഇത് ഞാൻ ഗോവിന്ദേട്ടനോട് കണ്ട് പറയാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ വരുണേട്ടനോട് പറഞ്ഞതാണ്, ഇതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞതാണ്, വരുണേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ കൂടെ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, വരുൺ പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വരുൺ പറയാണ്, ഗോവിന്ദേട്ടാ, എനിക്കൊരു കാര്യം ഗോവിന്ദേട്ടനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഗീതു എനിക്കൊരു റെസ്പെക്റ്റ് തരുന്നില്ല എന്നുള്ളത് പോട്ടെ, ഗീതു മനഃപൂർവ്വം എനിക്കെതിരെ ഓരോരോ തെളിവുകൾ ഓരോരുത്തരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നതാണ്, അത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. ഞാനിവിടെ ഈ ഓഫീസിൽ നിൽക്കുകയാണെങ്കിൽ
കിഷോറും ഗീതുവായിട്ടുള്ള യാതൊരുവിധ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഴിഞ്ഞാട്ടങ്ങളൊന്നും ഇവിടെ നടക്കില്ല, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ് കിഷോറിനെ, വരുണിനെ നോക്കുകയാണ്. എന്നിട്ട് വരുണിനോട് പറയണം, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഇവിടെ അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട, ഗീതുവിനെ എനിക്കറിയാം, വരുൺ പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ വരുൺ പോവുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, എന്താ കണ്ണാ ഇത്, എന്താ നീ മനഃപൂർവ്വം മണ്ടനാണോ അതേ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? നിനക്ക് ഇത്രയും തെളിവുകളൊന്നും കണ്ടിട്ട് നിൻ്റെ ഭാര്യയെ തനിക്കണമൊന്നും മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് കിഷോർ നേരെ അവർണികയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവർണികയാണെങ്കിലോ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തരാവോ എന്തോ മുന്നോട്ടുള്ള ലൈഫ് എന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിക്കുന്നെങ്കിലും ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ആകെ അലസമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കിഷോർ ചെല്ലുന്നത്. കിഷോർ ചെന്ന ഉടനെ അവർണിക ഇങ്ങനെ കസേരയിലിരിക്കുന്നു. കിഷോർ ഇങ്ങനെ കസേരയുടെ ബാക്കിൽ ചെന്നിട്ട് ഇങ്ങനെ അവർണികയുടെ ശിരസിലൊക്കെ തലോടുകയാണ്. അതിനുശേഷം അവർണികയോട് പറയുകയാണ്, അവർണികയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, അവർണികയ്ക്ക് എന്തെങ്കിലും ഫുഡ് വല്ലതും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണോ, തലചുറ്റലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്യണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നെങ്കിൽ എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ കുഞ്ഞിനെ ഇനി നമ്മൾ വേണം നല്ല സ്നേഹമായിട്ട് നോക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതി സംസാരിക്കുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, എന്താ ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മനമാറ്റം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, കിഷോർ പറയുകയാണ്, ഗീതാഞ്ജലിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഗീതാഞ്ജലി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തെറ്റ് എത്ര വലുതായിരുന്നു എന്നുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ്. ഇനി എൻ്റെ കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അവർണിക തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, അതെന്താ കിച്ചു, മറ്റൊരാൾ പറഞ്ഞാലാണോ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ ഒരു അന്യ സ്ത്രീയുടെ ഉപദേശം ആവശ്യമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവർണിക. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ഒരു കള്ളത്തരം പറയുകയാണ്. കിഷോർ പറയുകയാണ്, എന്നെ ഗോവിന്ദ് സാറ് ക്യാബിനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അത് വിളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നിനുമല്ല, ഗീതാഞ്ജലിക്ക് നമ്മൾ ശേഖരിച്ച് കൊടുത്ത തെളിവുകളില്ലേ, അത് അവർണികയും കൂടി ചേർന്നാണ് ശേഖരിച്ചതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, അവർണികയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന്. പക്ഷേ ഞാനത് ഇല്ലെന്നാണ് പറഞ്ഞത്. നിന്നോട് ചോദിച്ചാലും നീ അത് അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. സംഭവം എന്തിനെന്ന് വെച്ചാൽ, കിഷോർ ഗീതുവും തമ്മിൽ ബന്ധം കൂടുതൽ വഷളാണെന്നുള്ള കാര്യം ഗോവിന്ദിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം അവർണികയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കിഷോർ ഡയറക്റ്റ് ഉണ്ടാക്കി കൊടുത്ത തെളിവുകൾ എന്നുള്ള ആ ഒരു ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർണിക പറയാണ്, ഞാനും കിഷോറും കൂടി ചേർന്നല്ലേ അത് കണ്ടുപിടിച്ചത്, പിന്നെ ഇതിനാ ഒളിക്കുന്നത്, അത് വേണ്ട അത് വേണ്ട അവർണിക, അതെന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നീ തിരുത്തി പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഇല്ല എന്ന് അവർണിക വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അവർണികയുടെ മുഖമൊക്കെ കാണുമ്പോൾ ഗീതുവിന് സന്തോഷമാവുകയാണ്. ഗീതു ചോദിക്കുകയാണ്, എന്താ അവർണിക, നീ ഇപ്പം നല്ല ഹാപ്പി ആണല്ലോ, ഇവിടെ നിന്ന് പോയ ആളെ അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉറപ്പാണ് എന്ന് പറയുകയാണ്. നിൻ്റെ അടുത്ത് വന്നാൽ അങ്ങനെയാണ്, എല്ലാവർക്കും എത്ര സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാഞ്ഞു പോവും. ഇപ്പം തന്നെ ഞാൻ കിച്ചുവിനെ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ലേ, അതിനുശേഷം എൻ്റെ അടുത്ത് വന്ന കിച്ചു ഉണ്ടല്ലോ എത്ര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നതെന്നറിയാമോ, എന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എനിക്ക് വേണ്ട കെയർ തരാമെന്നൊക്കെ പറഞ്ഞു, ബേബിയെ കളയണ്ടെന്നും പറഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് വൊമിറ്റിംഗ് ചെയ്യാനോ അതുപോലെ തലചുറ്റലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു തരാമെന്നും ഒക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുകയാണ് ഗീതുവിനോട്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കണം, ദുഷ്ടൻ, അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്തായാലും അവൻ അത്ര പെട്ടെന്നൊന്നും മാറുന്നവനൊന്നും അല്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഗീതു ഉറപ്പിക്കുകയാണ്. അതിനുശേഷം അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി, ഒരു കാര്യം കൂടി നിന്നോട് പ്രത്യേകം പറയാനാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, ഗോവിന്ദ് സാറ് കിച്ചുവിനെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഗീതാഞ്ജലി എന്ന് വരുൺ സാറിനെ കുറിച്ച് ശേഖരിച്ച ആ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് കൂടി അറിയാവുന്നതാണോ, അതായത് കിച്ചുവും ഞാനും കൂടി ചേർന്നാണോ ശേഖരിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കിഷോർ തന്നെയാണ്, അതായത് കിച്ചു തന്നെയാണ് ഗീതാഞ്ജലിക്ക് തെളിവുകൾ തന്നത്, അവർണികയ്ക്ക് ഇതിലൊരു പങ്കുമില്ല, അവർണികയ്ക്ക് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് എല്ലാം ശേഖരിച്ചത് എന്നുള്ള കാര്യം കിച്ചു മറച്ചു വെച്ചു. അതുകൊണ്ട് ഗോവിന്ദ് സാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് നിനക്ക് ആ തെളിവുകളൊക്കെ തന്നത് കിച്ചു ആണെന്നാണ്. എന്തായാലും അതിന് തിരുത്തി പറയേണ്ടെന്നാണ് കിച്ചു പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അവർണിക പറയുകയാണ്, എന്തായാലും
എന്തായാലും വരുൺ സാറ് തിരിച്ച് കമ്പനിയിലേക്ക് വന്നതുകൊണ്ട് ഗീതാഞ്ജലി ഒന്ന് സൂക്ഷിക്കുന്നത് എന്തായാലും നല്ലതാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവിനോട് പറയുകയാണ്, ഗീതാഞ്ജലിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനം തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഗീതാഞ്ജലിയുടെ അടുത്ത് വരുമ്പോൾ നല്ല ചന്ദനത്തിൻ്റെ മണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, അതെന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ ദേഹത്ത് തേക്കുന്ന ബോഡി സ്പ്രേ എന്ന് വെച്ചാലേ ചന്ദനത്തിൻ്റെതാണ്, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, കൂടെ ഗോവിന്ദ് സാറിൻ്റെ മുറിയിലും ചന്ദനത്തിൻ്റെ ഗന്ധം അടിക്കാറുണ്ട്, അപ്പോൾ ഗീതാഞ്ജലി ചെന്നിട്ട് കൂടെ ഹഗ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഗീതു ചിരിക്കുകയാണ്. ഗീതു പറയുകയാണ്, ഈ പെണ്ണിനെ നാണം കെടുത്തി അടങ്ങും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി വഴിയിൽ കാത്തിരിക്കുകയാണ് ഗോവിന്ദിനോട് അജാസ് രഞ്ജുവിനെ അവരുടെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ വണ്ടി വരികയാണ്. ഗോവിന്ദിൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിജയലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ ചാടിക്കൂടെ, നിങ്ങൾ എന്തിനാ എൻ്റെ വണ്ടി തടഞ്ഞിട്ട് മുന്നിൽ കയറി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിജയലക്ഷ്മി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഗീതു കാറ് തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഗീതുവിനെ കണ്ട് പകച്ച് നിൽക്കുകയാണ് വിജയലക്ഷ്മി. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി ഒരു കള്ളം പറയുകയാണ്, അത് ഞാൻ നിൻ്റെ വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല നിന്നത്, എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വണ്ടി കാണുന്നതിൽ കൈ കാണിച്ച് കയറി പോകാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഗീതു അടുത്തേക്ക് വന്നിട്ട് പറയണം, അമ്മ കള്ളൊന്നും പറയണ്ട, അമ്മയ്ക്ക് എന്തോ കണ്ണേട്ടനോട് സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ കാറിനകത്ത് കയറി ഇരുന്നോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, വേണ്ട, എനിക്ക് ഈ സ്ത്രീയോടൊന്നും സംസാരിക്കാനില്ല, എനിക്ക് ഇവർക്ക് പറയാനുള്ള ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഗീതു അങ്ങനെ വണ്ടിയിലോട്ട് കയറി പോകാനായിട്ടിരിക്കുകയാണ്. വിജയലക്ഷ്മി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി നാക്കുളുക്കൽ എപ്പോഴും പ്രശ്നമാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.